ഭദ്രയുടെ മുഖം വാടിയിരിക്കുന്ന കണ്ട് അശ്വിൻ അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ മോളെ, നിന്റെ മുഖമൊക്കെ വല്ലാണ്ട്? ഇവൻ വഴക്ക് പറഞ്ഞോ നിന്നോട്? ഇല്ലെന്നവൾ ചുമൽ ചലിപ്പിച്ചു. എന്നിട്ട് പിന്നെന്താ നീ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ഒന്നുമില്ല, ഒരു തലവേദന പോലെ. തലവേദനയായി മാറി അല്ലേ പെങ്ങളെ? അശ്വിൻ ഓരോരോ കൗണ്ടറുകൾ അടിക്കുമ്പോഴും മാരാർ അതിനൊന്നും മറുപടി പറയാതെ അവിടെ കിടന്ന സെറ്റിയിലിരിക്കുകയാണ്. ഇവനിതെന്തു പറ്റി? അല്ലെങ്കിൽ താൻ എന്തേലും പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി പിന്നാലെ വരുന്നതാണല്ലോ. അശ്വിൻ മാരാരെ അടിമുടി നോക്കി. മിഖയുടെ വീട്ടിലേക്ക് വൈകുന്നേരം ഒന്ന് പോകണം. അവിടെ എന്തൊക്കെയോ ഫംഗ്ഷനുണ്ട്. ദേവ, നീയും വരില്ലേടാ? അശ്വിൻ ചോദിച്ചതും മാരാർ വരാമെന്ന് തലകുലുക്കി. ഭദ്ര പതിയെ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയപ്പോൾ അശ്വിൻ വന്നിട്ട് മാരാരുടെ അടുത്തിരുന്നു. എന്താടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അശ്വിൻ അവനെ നോക്കി. നീ ചെല്ല്, അവിടെ ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുമല്ലേ, മറുപടിയായി മാരാർ പറഞ്ഞു. എന്നിട്ട് അവനെണീറ്റ് ഉമ്മറത്തേക്ക് പോയി. ധ്വനി ആരോടോ ഉച്ചത്തിൽ സംസാരിച്ച് ചിരിക്കുന്നത് കേട്ട് മാരാർ അവിടേക്ക് കയറി ചെന്നത്. ആ, ദേവം വന്നുല്ലോ. മോനെ, അമ്മ ഊണ് വിളമ്പാമേ? സരസ്വതിയമ്മ മാരാരെ ഊണ് കഴിക്കാൻ വിളിച്ച ശേഷം അടുക്കളയിലേക്ക് പോയി. മാരാരോട് പരിചയമുള്ള ആളുകളൊക്കെ വന്ന് കുശലം ചോദിക്കുന്നുണ്ട്. അവൻ അത്യാവശ്യം ഒന്ന് രണ്ട് വാക്കുകളിൽ മറുപടിയും കൊടുത്തിരുന്നു. അത്രമാത്രം. ദേവാ, മോനെ കയറി വരൂ. സരസ്വതി വിളിച്ചപ്പോൾ മാരാർ ഊണുമുറിയിലേക്ക് ചെന്നു. അവിടെയും കുറേ റിലേറ്റീവ്സൊക്കെ ഇരിപ്പുണ്ട്. മാരാർക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ചെറിയ മടുപ്പ് തോന്നി. അമ്മേ, എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകണം, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും എടുക്കണ്ട. അയ്യോ, ദേ ഞാൻ വിളമ്പി മോനെ. അതവിടെ ഇരിക്കട്ടെ, അശ്വൻ കഴിച്ചില്ലല്ലോ, അവന് കൊടുത്തോളൂ, ഞാനിപ്പോൾ വരാം. സരസ്വതിയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ മാരാർ വെളിയിലേക്ക് പോയി. നേരെ ചെന്നിട്ടവൻ കീയും എടുത്തു. ശേഷം തൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോവുകയും ചെയ്തു. കുറേ തണൽ മരങ്ങൾ വരിവരിയായി നിൽക്കുന്ന ഒരു പ്രദേശമുണ്ട്. ഇടം എന്നാണ് ആളുകൾ ആ പ്രദേശത്തിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഭയങ്കര കൂളിംഗാണ്. എപ്പോഴും ഇളങ്കാറ്റ് അവിടമാകെ തഴുകി തലോടി കടന്നു പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മാരാർ അവിടെ വന്ന് ഏറെ നേരം ഇരിക്കാറുമുണ്ട്. അന്നും അവൻ വണ്ടി ഓടിച്ചു പോയത് അവിടേക്കായിരുന്നു. വാർത്തിട്ടിരിക്കുന്ന സിമെന്റ് ബെഞ്ചിൽ മാരാർ ഇരിപ്പ് തുടങ്ങിയിട്ട് നേരം കുറിച്ചായി. ഫോൺ സൈലന്റ് മോഡിലെടുത്ത് ഇട്ട ശേഷമാണ് അവൻ വന്നത്. ബീന ചേച്ചി കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് അവൻ്റെ മനസ്സിൽ. താൻ ഭദ്രയോട് യാതൊരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുന്നുണ്ടെന്നാണ് ചേച്ചിയുടെ കണ്ടെത്തൽ. അവർ പറയാതെ പറഞ്ഞതും അതുതന്നെ. താൻ വഴക്കു പറയുന്ന ദിവസങ്ങളിൽ അവൾ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് കരയുന്നു. അതിന് കരയാനും മാത്രം തക്കവണ്ണം എന്തെങ്കിലും താൻ അവളോട് പറഞ്ഞിട്ടുണ്ടോ? മാരാർക്ക് ഒരു തരത്തിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭദ്രയോടെന്നല്ല, എല്ലാവരോടും താൻ ഇങ്ങനെയാണ്. താൻ ഇത്തിരി ഗൗരവം കൂടുതലുള്ള കൂട്ടത്തിലാണ്. തന്നെ അറിയുന്ന ആളുകൾക്ക് അത് വ്യക്തമായ ധാരണയുമുണ്ട്. മാരാർ വീണ്ടും ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിരുന്നു. നേരം പോകുന്നത് അറിയുന്നില്ല. അശ്വനാണെങ്കിൽ കുറേ തവണ വിളിച്ചു. മാരാർ മൊബൈൽ സൈലൻ്റാക്കി വെച്ചതുകൊണ്ട് ആ കോൾ വരുന്നതും അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ 4 മണിയായി മാരാർ അവിടെ നിന്നും വീട്ടിലേക്ക് പോന്നപ്പോൾ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതെ പോന്നതുകൊണ്ട് അവന് നന്നായിട്ട് വിശന്നു. ചായക്കടയിലേക്ക് കയറി നല്ല മുരിഞ്ഞ ഉഴുന്നുവടയും സ്ട്രോങ് ആയിട്ടൊരു ചായയും കുടിച്ചു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 5 മണി. അപ്പോഴാണ് മിഖയുടെ വീട്ടിലേക്ക് പോവേണ്ട കാര്യം അശ്വിൻ പറഞ്ഞത് മാരാർ ഓർക്കുന്നത് പോലും. മാരാർ ബുള്ളറ്റ് കൊണ്ടുവന്ന് നിർത്തിയതും അശ്വിൻ പാഞ്ഞു വന്നിട്ട് അവനെ കുറേ ചീത്ത വിളിച്ചു. പെട്ടെന്ന് വരാം, ഒരു 10 മിനിറ്റ്. മാരാർ ഒരു കുളി പാസ്സാക്കി. എന്നിട്ട് ഇളം മഞ്ഞ നിറമുള്ള കുർത്തയും കസവും മുണ്ടു കൊടുത്തു. ഒരുങ്ങി ഇറങ്ങി വന്നു. ഭദ്ര കുഞ്ഞമ്മൂനെയും കൊണ്ട് റൂമിലായിരുന്നു. ഭദ്ര, അവൻ വാതിലേ മുട്ടി. എന്തോ? കുഞ്ഞമ്മു ഉറങ്ങണോ? അല്ല ദേവേട്ട. അവൾ വന്നിട്ട് വാതിൽ തുറന്നു. കുഞ്ഞമ്മു. മാരാർ അവളുടെ കയ്യിൽ നിന്നും വാവയെ മേടിച്ചു. മാരാർ ഒന്നും കഴിക്കാതെയാണ് പോയതെന്ന് സരസ്വതി പറഞ്ഞതാണ്. പക്ഷെ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ഭദ്രയ്ക്ക് ഭയമായിരുന്നു. എടാ, ദേവച്ചൻ പോയിട്ട് വരാൻ കേട്ടോ. കുഞ്ഞിൻ്റെ കവളിലൊരു മുത്തം കൊടുത്തുകൊണ്ട് മാരാർ അവളുടെ കയ്യിലേക്ക് തിരികെ കൊടുത്തു വാവയെ. മിഖയുടെ വീട്ടിൽ പോകുവാണെന്നൊന്നും മാരാർ ഭദ്രയോട് പറഞ്ഞില്ല. പക്ഷെ അവൾക്കറിയായിരുന്നു അവൻ അവിടേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങിയതാണെന്ന്. അശ്വിൻ, ഇറങ്ങാടാ.
മാരാരുടെ ശബ്ദം കേട്ട് ധ്വനി വാതിൽക്കലേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ ലുക്ക് കണ്ടതും ധ്വനിയുടെ കിളി പോയി. മാരാർ നല്ല അസ്സലായി വായി നോക്കി നിൽക്കുകയാണ് ധ്വനി. അവൾ വെള്ളവിറക്കുന്ന കണ്ടുകൊണ്ട് മാരാർ ഒരു ലോഡ് പുച്ഛം വാരി വിതറിക്കൊണ്ട് മുഖം തിരിച്ചു. എന്നിട്ട് അവൻ തൻ്റെ BMW അരികിലേക്ക് പോയി. ദേവ്! ധ്വനിയുടെ വിളിയൊച്ച കേട്ടെങ്കിലും മാരാർ അവളെ മൈൻഡ് ചെയ്യാതെ കാറിൻ്റെ ഡോർ പോയി തുറന്നു. ഓ ദേവ്, സ്മാർട്ട് മാൻ! അവൾ കൊഞ്ചിക്കൊഴിഞ്ഞ് അവൻ്റെ വണ്ടിയുടെ അരികിലെത്തി. എന്താടോ? കലിപ്പ് മോഡിലവൻ അവളെ നോക്കി ചോദിച്ചു. ദേവ്, ഞാൻ ദേവിൻ്റെ കൂടെയാണ് വരുന്നേ. എങ്ങോട്ട്? അവൻ്റെ പുരുകവും മിഴികളും ഒരുപോലെ കൂർത്തു. ദേവ് എവിടേക്ക് പോകാൻ ഇറങ്ങിയോ അവിടേക്ക്. അവളുടെ മറുപടി കുസൃതി നിറഞ്ഞതായിരുന്നു. ഞാൻ ബാറിലേക്കാണ് പോകുന്നത്, താനും വരുന്നുണ്ടോ? ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ടവൻ തൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടും വിട്ടുകൊടുക്കാതെ ധ്വനി കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറക്കാൻ നോക്കി. പക്ഷെ അത് ലോക്കായിരുന്നു. മാരാരുടെ വണ്ടിയാണ് ആദ്യം ഗേറ്റ് കടന്നു പോയത്. ധ്വനി തിരിഞ്ഞു വന്നിട്ട് അശ്വിൻ്റെ കാറിൽ കയറി. അവളുടെ മുഖം കുത്തി വീർത്തിരുന്നു. എന്തു പറ്റി നിന്റെ മുഖം വല്ലാണ്ട്? അശ്വിൻ്റെ വണ്ടിയിൽ കയറാനായി വന്ന ദേവി മകളുടെ മുഖഭാവം കണ്ട് ചോദിച്ചു. എൻ്റെ മുഖത്തിന് ഒരു വല്ലായ്മയില്ല, ഒക്കെ അമ്മയുടെ വെറും തോന്നല. അലസ ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ ഇരുന്നു. പക്ഷേ ധ്വനി ഓടിച്ചെല്ലുന്നതും മാരാരെന്തൊക്കെയോ പറയുന്നതും അവൻ വണ്ടി വിട്ടു പോകുന്നതുമൊക്കെ അശ്വിൻ കണ്ടിരുന്നു. ഇവളുടെ യാതൊരുവിധ ഇളക്കവും അവൻ്റെ മുമ്പിൽ നടക്കില്ലെന്ന് അശ്വിന് ബോധ്യമായി. അവൻ ആള് വേറെയാണ്, ആർക്കും പിടികൊടുക്കാത്ത ഒരു പ്രോഡക്റ്റ്. പിന്നെയും അവൻ എന്തിൻ്റെങ്കിലും പേരിൽ ഇത്തിരി താഴ്ന്നിട്ടുണ്ടെങ്കിൽ അതവൻ്റെ കുഞ്ഞമ്മൂന് വേണ്ടി മാത്രമാണ്. മാരാർക്ക് അത്രയ്ക്ക് ജീവൻ്റെ ജീവനാണവൾ. ധ്വനിയുടെ വെള്ളം തിളച്ചു മറിഞ്ഞ് വറ്റി പാത്രം കരിഞ്ഞു പിടിച്ചാലും മാരാരുടെ മുമ്പിൽ അവളുടെ ഒരു വിളിച്ചിലും നടക്കില്ല. പിന്നെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് അവളെ നിരാശയാക്കണ്ടെന്ന് ചിന്തിച്ച് ഒരു ചെറിയ പുഞ്ചിരിയോടെ അശ്വിൻ വണ്ടി മുന്നോട്ടെടുത്തു. ദേവിയും അശ്വതിയുമൊക്കെ യാത്രയിലുടനീളം ഓരോരോ തമാശകളൊക്കെ പറയുന്നുണ്ട്. സരസ്വതിക്ക് ഭദ്രയും കുഞ്ഞിനെയും കൊണ്ടുവരാത്തതിൻ്റെ ചെറിയ സങ്കടമുണ്ട്. അതവരുടെ മുഖത്ത് നിഴലിച്ചു നിന്നു. അവൾക്ക് കണ്ണിന് വയ്യാണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ അമ്മയെ സമാധാനിപ്പിച്ചത്. കുഞ്ഞമ്മൂനെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞതും മാരാർ അശ്വിനോട് ഉടക്കി. കല്യാണത്തിന് പോയാൽ മതിയെന്നും വേറൊരു പ്രോഗ്രാമും പിടിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവൻ ശബ്ദമുയർത്തിയിരുന്നു. മീക്കയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് ഹൽദിയും മൈലാഞ്ചിയും വിവാഹവും എല്ലാം നടത്തുന്നത്. മാരാർ നേരെ അവിടേക്കാണ് വണ്ടി വിട്ടു പോയതും. മാരാരുടെ വണ്ടിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അവൻ മാത്രം. എന്നാലും അശ്വിൻ വരാൻ വേണ്ടി ഇടയ്ക്ക് അവൻ കാത്തുകിടന്നു. ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. വളരെ ഗ്രാൻഡായിട്ടുള്ള പ്രോഗ്രാമാണ്. അശ്വിൻ്റെ വണ്ടി വന്ന് നിന്നതും രാജശേഖരനും മേനയും കൂടി ഇറങ്ങി അവരെ അകത്തേക്ക് സ്വീകരിച്ചു. ലയയും രോഹനും ഒക്കെ അവരോടൊപ്പം ഉണ്ട്. അശ്വിൻ എല്ലാവരോടും വളരെ നല്ല രീതിയിലായിരുന്നു സംസാരമൊക്കെ. മിഖയുടെ ബന്ധുമിത്രാദികൾ മുഴുവനും അവിടെയുണ്ട്. പലരും ചെറുക്കനെ ആദ്യമായി കാണുമായിരുന്നു. എല്ലാവർക്കും ഒറ്റ നോട്ടത്തിൽ അവനെ ബോധിച്ചു. കാരണം അശ്വിൻ അത്രയ്ക്ക് സുന്ദരനാണ്. അങ്ങനെ അശ്വിനെ നോക്കി എല്ലാവരും ഓരോ അഭിപ്രായം പറയുന്ന നേരത്താണ് സാക്ഷാൽ മാരാർ വന്നിറങ്ങുന്നത്. സിനിമ സ്റ്റൈലിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയ ശേഷം അവൻ ഇറങ്ങി. തലയെടുപ്പോടെ അവൻ നടന്നു വരുന്നത് കണ്ട് പെൺപടകൾ ശരിക്കും അവനെ മിഴികൾ കൊണ്ട് ആരതി ഒഴിഞ്ഞു. മനസ്സുകൊണ്ട് ലക്ഷാർച്ചന നടത്തി. ഇതാരാണ്? പെണ്ണുങ്ങൾക്കിടയിൽ നിന്നും മുറുമുറുപ്പുയർന്നു. അറിയില്ലല്ലോ, ഇതിപ്പോൾ ഏതാണ് ഈ അവതാര പുരുഷൻ? നമ്മളാരും കണ്ടിട്ടില്ലല്ലോ. അത് അശ്വിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ദേവദത്തൻ മാരാർ. ആളൊരു അഡ്വക്കേറ്റാണ്. ആരോ പറഞ്ഞു ഫാൻസ് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരും കൂടി പൊയ്ക്കോ, അതാകും കൂടുതൽ മിച്ചം. നോക്കുന്ന നോട്ടം കണ്ടില്ലേ എൻ്റെ ശിവനെ! അശ്വിൻ മാരാരെ നോക്കി ചിരിയോടെ പറഞ്ഞു. മാരാർ പക്ഷെ ഗൗരവത്തിൽ തന്നെ നിന്നു. കല്യാണ സ്ഥലമായതുകൊണ്ട് അവനോട്ട് കൂടുതലൊന്നും അശ്വിനോട് പറഞ്ഞുമില്ല. ചെക്കനെയും കൂട്ടരെയും ആട്ടവും പാട്ടും ഒക്കെയായിട്ട് കുറേ തരുണിമണികൾ ചേർന്ന് സ്റ്റേജിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി. അതിസുന്ദരിയായി മീക്ക അവിടെ അണിഞ്ഞൊരുങ്ങി നിൽപ്പുണ്ട്. അത് കണ്ടതും അശ്വിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. തുടരും. പാർട്ട് ഇത്തിരി ചെറുതാണ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അടുത്ത പാർട്ട് ഞാൻ ലെങ്ത് കൂട്ടിത്തരാം കേട്ടോ.
ഈ പിശാചുധ്വനി ഇനി മാരാരുടെ പിറകെ ചെല്ലുവോ പിള്ളേരെ? എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. കഥ ഇഷ്ടമാണെങ്കിൽ ദയവേത് നിങ്ങൾ സപ്പോർട്ട് തരണേ.